Hello dear students, welcome to the next module of ITB Introduction to Business. Here we'll see the fourth module, very few topics of the fourth module. Fourth module നമ്മൾ കാണുന്ന വെച്ചാൽ എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ്, എന്താണ് ക്രിയേറ്റിവിറ്റിക്ക് വരുന്ന തടസ്സങ്ങൾ എന്താണ്, how to improve your creativity, techniques to enhance creativity. Then we'll see what is the different types of decision making process, different types of decisions. We'll see then what is majorly conflict and negotiation. Fine. Critical thinking നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? It is the ability to acquire information, analyze and evaluate it to reach to a conclusion and an answer by using necessary logic or reasoning skill. നമ്മൾ ലോജിക്കൽ റീസണിങ് നമ്മൾ ചെയ്യാറില്ലേ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പം? അന്നേരം what do you use? You use certain set of reasoning skills, right? Certain set of logic, certain type of reasoning skills wherein it involves use of data, facts. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, ചിലപ്പം you want to walk from a direction from A to point B. Since you are always walking from that direction A to B, നിങ്ങൾക്ക് അറിയാം എത്ര സമയം എടുക്കും, അല്ലെങ്കിൽ ട്രാഫിക് കണ്ടീഷൻ എന്തുവാണ്. നിങ്ങൾ സ്ഥിരം പോകുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങളുടെ യൂസ് ഓഫ് നിങ്ങളുടെ ഫാക്ട്സ് കാണും, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് കാണും ക്രിട്ടിക്കൽ തിങ്കിങ് ഉപയോഗിക്കാൻ വേണ്ടി. ഇതൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ, it helps you to analyze information. It helps you to think outside of the box. It comes up with creative solutions to sudden problems. ഓർക്കണം, നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് പറയുന്നത്, ക്രിയേറ്റീവ് അല്ല. ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് ഹോൾ എലിമെന്റ്, അതിൽ ഒരു എലിമെന്റ് ആണ് ക്രിയേറ്റിവിറ്റി. ഇറ്റ് ഹെൽപ്സ് യു ടു കം അപ്പ് വിത്ത് സിസ്റ്റമാറ്റിക് പ്ലാൻസ്. ഇറ്റ് റിക്വയർസ് ലെസ് സൂപ്പർവിഷൻ. എക്സാമ്പിൾസ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്, സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസാണ്. ഒരു ഹോസ്പിറ്റൽ കേസിൽ ഇഷ്ടംപോലെ പേഷ്യൻസ് വരുന്നു സൈഡ് ബൈ സൈഡ്. അന്നേരം ഏത് ഓർഡറിൽ ആർക്കാ പ്രയോറിറ്റി കൊടുക്കുന്നത്? ഹൗ ഡു വി ഡിസൈഡ്? അവർ ടോക്കൺ വരുന്ന നമ്പർ അനുസരിച്ചാണോ? ടോക്കൺ വരുന്ന അനുസരിച്ച് മാത്രം ഒരു ഫാക്റ്റ് അല്ല. ഒരു കാഷ്വാലിറ്റി നമ്മൾ നോക്കുമ്പം എന്തുവാ, ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റ് പേഷ്യൻ്റ് കാണും, ചിലപ്പോൾ ഒരു നോർമൽ ഒരു പനിയായിട്ടുള്ള ഒരു പേഷ്യൻ്റ് വരും. ഹൂ വുഡ് യു സെർവ് ഫസ്റ്റ്? ഡെഫിനറ്റ്ലി യു വുഡ് അറ്റൻഡ് ദ പേഴ്സൺ ഹൂ ഇസ് മോർ സീരിയസ്, റൈറ്റ്? ഇപ്പോൾ ഒരു പനിയുള്ള സ്റ്റേജ് സീരിയസ് ആണെങ്കിൽ സീരിയസ്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പേഷ്യൻ്റ്, ഒരു ഇമ്മീഡിയറ്റ് ഒരു ആക്സിഡൻറ്റ്, വലിയ ഒരു ആക്സിഡൻറ്റ്, ഒരു ബ്ലഡ് പോകുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ യു വുഡ് അറ്റൻഡ് ടു ദാറ്റ് പേഴ്സൺ ഫസ്റ്റ്. ദിസ് ഇസ് ദ ഏരിയാസ് വെയറിൻ യു റിക്വയർ ക്രിട്ടിക്കൽ തിങ്കിങ്. You require certain skills such as analytical skills, good communication, creative thinking. Remember, creative thinking is a part of critical thinking. The whole picture is called critical thinking. അതിൽ ഒരു എലിമെന്റ് ആണ് ക്രിയേറ്റീവ് തിങ്കിങ്. You should be open to take new ideas. You should be a good problem solver. Next, few steps to develop critical thinking. ആദ്യം നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം, or how to solve that issue. Identify the problem or you question what is the problem. Second one, you gather required facts and data with respect with that problem. Next one, determine the data relevance. ഞാൻ ഇപ്പോൾ ഈ കളക്ട് ചെയ്ത ഡേറ്റ ഇതിൽ ഏതൊക്കെയാണ് ഇതിൽ ആവശ്യം വരുന്നത്, റൈറ്റ്? നിങ്ങൾക്ക് ഇപ്പം സേ ഫോർ എക്സാമ്പിൾ യു ഹാവ് എ പ്രോബ്ലം വിത്ത് യുവർ ഓർഗനൈസേഷനിൽ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വന്നേക്കുന്ന ഒരു പ്രോജക്റ്റ് റിലേറ്റഡ് ആയിട്ട് ഒരു ടെക്നിക്കൽ ഇഷ്യൂ. ആ ഒരു ടെക്നിക്കൽ ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത്രയും വന്ന കേസ് ഹിസ്റ്ററി നോക്കാം, ഇത്രയും വർഷങ്ങളായിട്ട് ആ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടോ നോക്കാം. ഇത്രയും വർഷമായിട്ട് വന്നിട്ടുള്ള ചിലപ്പം അതിൻ്റെ ഡയറക്റ്റ് ഇഷ്യൂ ആവാം, ചിലപ്പോൾ അത് ഇൻഫോർമൽ അതിൻ്റെ ഇഷ്യൂ ആവാം. സോ യു ഫിൽട്ടർ ഔട്ട്, യു അണ്ടർസ്റ്റാൻഡ് വിച്ച് ഓൾ ആർ റിലയബിൾ ഇൻഫർമേഷൻ. ഹൗ സിഗ്നിഫിക്കൻറ്റ് ഇസ് ദിസ് ഇൻഫർമേഷൻ ഔട്ട്ഡേറ്റഡ്? ഒരു 5 വർഷം മുമ്പേ നടന്ന കാര്യവും ഇപ്പം നടന്ന കാര്യം, നൗ ദർ വിൽ ബി ബെറ്റർ വേസ് ഓഫ് സോൾവിങ് ഇറ്റ്. നിങ്ങൾ 5-6 വർഷമുള്ള ഒരു സൊല്യൂഷൻ റെഫർ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല റെഫർ ടു എ മോർ റിലവൻറ്റ് സൊല്യൂഷൻ. നെക്സ്റ്റ്, യു ആസ്ക് ക്വസ്റ്റ്യൻസ്. അതായത് ഞാൻ ഇപ്പം എന്തെങ്കിലും മിസ്സായി പോയോ, ഇത് ഈ രീതിക്ക് തന്നെയാണോ ചെയ്യേണ്ടത്, എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ വേണോ? ദെൻ യു കൺഫേം ദ സിഗ്നിഫിക്കൻസ്. അതായത് നിങ്ങൾ എടുത്തേക്കുന്ന സാമ്പിൾ സൈസ്, നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്ന പ്രോബ്ലം ഇത് ഈ രീതിക്കാണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് യു റീച്ച് ടു എ ആക്സെപ്റ്റൻസ് സ്റ്റേജ്. ദെൻ ദ സിക്സ്ത് വൺ, യു മേക്ക് എ ഡിസിഷൻ. അതായത് നിങ്ങളിപ്പോൾ ഇത്രയും പോസിബിൾ സെറ്റ് ഓഫ് ഔട്ട്കംസ് ഉണ്ടാക്കുന്നു, എന്നിട്ട് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നു വിച്ച് ഇസ് ദ ബെസ്റ്റ് പോസിബിൾ ഔട്ട്കം ഓർ വിച്ച് ഇസ് ദ പോസിബിൾ ഒപ്റ്റിമം സൊല്യൂഷൻ യു വുഡ് ബി ടേക്കിംഗ്. മാക്സിമം റിട്ടേൺസ്, മിനിമം റിസ്ക് ഉള്ള ഒരു സൊല്യൂഷൻ. Then you present or communicate this with your concerned team or with your concerned leaders or concerned stakeholders. Fine. Coming to creativity. Creativity എന്താണ്? Creativity is the act of turning new and imaginative ideas into reality. You would be having your own dreams, right? Your dream might be to get a good job or to start your own business.
യുവർ ഡ്രീംസ് വുഡ് ഡിഫർ, റൈറ്റ്? ഈ ഡ്രീംസ് നമ്മൾ കാണുന്നത് വെച്ചാൽ റിയാലിറ്റിയിലാക്കുമ്പോഴാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. യു വുഡ് ത്രൂ ക്രിയേറ്റിവിറ്റി യു ക്യാൻ പ്രൊഡ്യൂസ് ന്യൂ പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ്. പക്ഷേ ക്രിയേറ്റിവിറ്റിയിൽ ഒരു കാര്യം ഇൻവോൾവ് ആണ്, റിസ്ക് ഇൻവോൾവ് ആണ്, റൈറ്റ്? ബിക്കോസ് ദർ ഇസ് നോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഇൻ ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി യു റിക്വയർ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്, യു റിക്വയർ ഐഡിയ ജനറേഷൻ, അങ്ങനെ ഒരു ഫാക്റ്റ് ഉണ്ട്, റൈറ്റ്? അപ്പോൾ ഒരു പുതിയ ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു സൊല്യൂഷൻ കൊണ്ടുവരിക്കാൻ പോവുകയാണെങ്കിൽ അവിടെയാണ് നമുക്ക് ക്രിയേറ്റിവിറ്റി വേണ്ടിയത്. ഇറ്റ് ഹെൽപ്സ് ടു എൻകറേജ് ടീം വർക്ക്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് പറയാണ്, ഇറ്റ് പ്രൊമോട്ട്സ് ബെറ്റർ പ്രോബ്ലം സോൾവിങ്, റെഡ്യൂസസ് സ്ട്രെസ്. എപ്പോഴും ക്രിയേറ്റീവ് ആയിട്ടിരിക്കുന്ന പേഴ്സൺ യു ക്യാൻ ഒബ്സർവ് വളരെ സ്ട്രെസ് കുറവായിരിക്കും. ഇറ്റ് ഇൻസ്പയർസ് മോട്ടിവേഷൻ, റൈറ്റ്? ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്തിക്കാൻ തന്നെ ഇറ്റ് ഇൻസ്പയർസ് ദ എൻറ്റയർ ടീം. ഓക്കെ, ഇങ്ങനെ ഒരു രീതിക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമല്ലോ. Now we'll see 5 stages of creative process or how to improve creativity. നമുക്ക് 5 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് കോൾഡ് പ്രിപ്പറേഷൻ സ്റ്റേജ്. ഇവിടെ നിങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്യും, ഐഡിയ ജനറേഷൻ ചെയ്യും. ഇന്ന് നിങ്ങൾക്ക് ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം. ഫൈൻ, നിങ്ങൾക്ക് ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആ പ്രോഡക്റ്റ് ആ മാർക്കറ്റിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എന്തോ ആ ഉണ്ടാക്കേണ്ടത്, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടിയത്, എവിടെയാണ് ഫാക്ടറി വേണ്ടിയത്, വാട്ട് ഇസ് ദ പ്രൈസ് ഓഫ് ഇറ്റ്. യു ഡിറ്റർമൈൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഐഡിയ ബിൽഡിംഗ്. സെക്കൻഡ് വൺ ഇസ് കോൾഡ് ഇൻക്യുബേഷൻ സ്റ്റേജ്. ഇൻക്യുബേഷൻ സ്റ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ബ്രെയിൻ സ്റ്റോമിങ് കഴിഞ്ഞു. ഈ സമയത്ത് നിങ്ങൾ ഒരു തൽക്കാലം ഒരു ടെമ്പററി ആയിട്ട് ആ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുക, ഒരു റെസ്റ്റ് എടുക്കുക. യു കീപ്പ് ഓൺ തിങ്കിങ്, പക്ഷേ നിങ്ങളുടെ ഡെയിലി ലൈഫ് നടക്കണം, റൈറ്റ്? യു ഡു നോട്ട് ഓൾവേസ് കീപ്പ് ഓൺ തിങ്കിങ് പ്രോഡക്റ്റ് ഉണ്ടാക്കണം. നോ, യു കീപ് തിങ്കിങ് ആൻഡ് ദെൻ വെൻ യു ടേക്ക് എ ബ്രേക്ക് ഫ്രം യുവർ വർക്ക്, സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വർക്ക് അവർ കഴിഞ്ഞു, റൈറ്റ്? യു ടേക്ക് എ ബ്രേക്ക് ഫ്രം യുവർ വർക്ക്. That is the point where you reach stage 3 called illumination, the eureka stage, wherein പെട്ടെന്നായിരിക്കും നിങ്ങൾ ഓക്കെ, ഇങ്ങനൊരു ഐഡിയ നിങ്ങൾ മനസ്സിൽ ക്ലിക്ക് ചെയ്ത് വരുന്നു, ഇങ്ങനെ ചെയ്യാൻ പറ്റും. This is called the eureka moment or eureka experience. Then you evaluate. നിങ്ങൾക്ക് കുറേ ഐഡിയാസ് ഇപ്പം വന്ന് കാണും. You evaluate which is the most feasible idea or the one which requires very less number of resource. അത് ഫിനാൻഷ്യലി വയബിൾ ആവണം, ലെസ് റിസ്ക് ഉണ്ടാവണം, ഒത്തിരി റിട്ടേൺ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവണം. After which you verify, you develop your main picture. അതായത് നമുക്ക് വേണ്ടിയ സാധനം, ഇപ്പോൾ പുതിയ പ്രോഡക്റ്റ് ജനറേഷൻ ആണെങ്കിൽ ഐഡിയ ജനറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇവാലുവേറ്റ് ചെയ്ത് യു അണ്ടർസ്റ്റാൻഡ്, ഓക്കെ, ഇനി യു ഗെറ്റ് എൻ ഐഡിയ ഹൗ ടു ഡെവലപ്പ് എ പ്രോഡക്റ്റ്. ആ ഒരു സ്റ്റോറി, എൻറ്റയർ സ്റ്റോറി ഫ്രെയിം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ദ എൻറ്റയർ സ്റ്റോറി, റൈറ്റ്? കമ്മിങ് ടു ടെക്നിക്സ് ടു എൻഹാൻസ് ക്രിയേറ്റിവിറ്റി. ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ബ്രെയിൻ സ്റ്റോമിങ്. ബ്രെയിൻ സ്റ്റോമിങ് എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ബ്രെയിൻ സ്റ്റോമിങ് വേറെ ഒന്നുമല്ല, you form a voluntary set of groups. Fine, voluntary set of groups are developing. On that basis you develop brainstorming. ആ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ ടൈം സെറ്റ് ചെയ്തിട്ട് വോളണ്ടറി ആയിട്ട് ആൾക്കാർ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് ബ്രെയിൻ സ്റ്റോമിങ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നെഗറ്റീവ് ബ്രെയിൻ സ്റ്റോമിങ്. നെഗറ്റീവ് ബ്രെയിൻ സ്റ്റോമിങ് വേറൊന്നുമല്ല, ഈ ഒരു പർട്ടിക്കുലർ ഒരു സൊല്യൂഷന് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പോസിബിൾ നെഗറ്റീവ് ബാഡ് സൊല്യൂഷൻസ് നിങ്ങൾ നോക്കും. ബാഡ് സൊല്യൂഷൻസ് അപ്രോച്ച്, അതായത് ഇങ്ങനെ ചെയ്താൽ അത് ആവത്തില്ല എന്ന രീതിക്ക് ബാഡ് സൊല്യൂഷൻ ആലോചിച്ചാലേ നിങ്ങൾക്ക് ഗുഡ് സൊല്യൂഷൻ വരത്തുള്ളൂ. മീൻസ് യു തിങ്ക് ഓഫ് ബാഡ് ഐഡിയാസ്, ബാഡ് നെഗറ്റീവ് ഐഡിയാസ് ആൻഡ് യു കൺവേർട്ട് ദം ഇൻ ടു പോസിറ്റീവ് ഐഡിയാസ്. ഒക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, പകരം ഇങ്ങനെ ചെയ്താൽ അത് നന്നായിരിക്കും. ദാറ്റ് ഇസ് കോൾഡ് നെഗറ്റീവ് ബ്രെയിൻ സ്റ്റോമിങ്. നെക്സ്റ്റ് വൺ കോൾഡ് ബ്രെയിൻ റൈറ്റിംഗ്. ഇതിപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുള്ളൂ, ബ്രെയിൻ സ്റ്റോമിങ് അല്ലെങ്കിൽ നെഗറ്റീവ് ബ്രെയിൻ സ്റ്റോമിങ് ആയിട്ട്. ബ്രെയിൻ റൈറ്റിംഗ് സെയിം ഐഡിയ. യു റൈറ്റ് ദിസ് ഇൻ എ പീസ് ഓഫ് പേപ്പർ, യു ഷെയർ ഇറ്റ് ഫോർ ദോസ് ഹു ആർ ഏബിൾ ടു ഷെയർ. യു ഷെയർ യുവർ ഐഡിയാസ് ഓൺ എ പീസ് ഓഫ് പേപ്പർ, യു സർക്കുലേറ്റ് ഇറ്റ് ഇൻ ടു ഗ്രൂപ്പ്സ്. ഒരു ഫെസിലേറ്റർ കാണും, എന്നിട്ട് അവർ ഐഡിയ ചോദിച്ച് സംസാരിച്ച് അങ്ങോട്ട് ഡിസ്കസ് ചെയ്തിട്ട് യു ചൂസ് ദ ബെസ്റ്റ് ഐഡിയ. ദാറ്റ്സ് കോൾഡ് ബ്രെയിൻ റൈറ്റിംഗ്. നെക്സ്റ്റ് വൺ ബീങ് 5 W's and 1 H. 5 W's വേറൊന്നുമില്ല, യു ആസ്ക് ഇറ്റ് ഇസ് ഹൂ, why and what, and then you ask how. Sorry, it is called 4 W's and 1 H, not 5. You ask who, why, what, where, and when. After that you ask what is how. So here you have 1 2 3 4 5 Y's and 1 H. So here I have just included only 4 W's, that's why just include one more. You can include when. Okay, who are your target customers, why do they require this, what would be their expectation, when you had to release a product, okay, and then how can this be benefit for them. ഇതാണ് നമ്മൾ 5 W's and 1 H വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഇത് നമുക്ക് മാർക്കറ്റിംഗ് ഒരു പെട്ടെന്ന് ഒരു പ്രോഡക്റ്റ് റിലീസ് ചെയ്യാൻ പോവുകയാണ്. യു യൂസ് ദിസ് ടൂൾ കോൾ 5W1H. നെക്സ്റ്റ് വൺ ബീങ് റാൻഡം വേർഡ് ജനറേഷൻ. നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഒരു ഐഡിയ ഉണ്ട്, അത് അസോസിയേറ്റഡ് ആയിട്ട് കുറേ റാൻഡം വേർഡ്സ് ചോദിച്ചിരിക്കും. സേ ഫോർ എക്സാമ്പിൾ, യു വാണ്ട് ടു പ്ലാൻ എ ക്രിസ്മസ് പാർട്ടി ഓർ എ ക്രിസ്മസ് സെലിബ്രേഷൻ. ഡിഫറെൻറ്റ് വേർഡ്സ് വാട്ട് വുഡ് യു ബി തിങ്കിങ് ഓഫ്? റാൻഡം വേർഡ്സ് ചോദിക്കുവാണെങ്കിൽ definitely you would be thinking of a Santa Claus, you would be thinking of Christmas decorations, Christmas tree, plum cake, അങ്ങനത്തെ പല കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വരും. The same way you to solve a particular problem, say example it is crisis management or it's a technical problem, you try to generate random words where you can bring in a solution, you arrive to a solution. നിങ്ങൾ ഓരോ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ, അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ, you keep on planning, you generate random words by which you arrive to a solution how to solve that problem. നെക്സ്റ്റ് വൺ ഇസ് കോൾഡ് സ്റ്റോറി ബോർഡിങ്. സ്റ്റോറി ബോർഡിംഗ് എന്ന് വെച്ചാൽ ഒരു വിഷ്വൽ രീതിക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യും ടുവേർഡ്സ് ദാറ്റ് പ്രോബ്ലം. നമ്മളൊരു ഔട്ട്ലൈൻ ഉണ്ടാക്കും. ഇപ്പം ഒരു പ്രോജക്റ്റ് നമുക്കിപ്പോൾ ഒരു 30 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ 30 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ യു ക്രിയേറ്റ് എൻ ഐഡിയ ജനറേഷൻ. ഡേ 1 എന്തൊക്കെ ചെയ്യണം, ഒരു ഓവർവ്യൂ എന്തൊക്കെ ചെയ്യണം, ഡേ 1 എന്ത് ചെയ്യണം, ഡേ 30 മുമ്പേ എന്തൊക്കെ സാധനങ്ങൾ ഡെലിവർ ചെയ്യണം. യു കീപ്പ് എൻ ഐഡിയ ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേജസ് വാട്ട് ഇസ് ഹാപ്പനിങ്. ഇപ്പോൾ സ്റ്റോറി ബോർഡ് തന്നെ നമ്മളിപ്പം ഫിലിമിൻ്റെ എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ സെയിം ഫിലിമിംഗ് പ്രോസസ്സ് മുമ്പേ പ്രീ പ്രൊഡക്ഷൻ്റെ സമയത്ത് മുമ്പെയാണ്, ഫിലിമിംഗ് പ്രോസസ്സ് സമയത്ത് എന്താണ്, പോസ്റ്റ് പ്രൊഡക്ഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. ദേ ഹാവ് എ സ്റ്റോറി ബോർഡ് വെർ ഇറ്റ് ഗിവ്സ് എൻ ഔട്ട്ലൈൻ what are the different process to be completed so as to reach your solution. This is a creative technique. Seventh one being role playing. Role playing എന്നാൽ വേറെ ഒന്നുമില്ല, യു ടേക്ക് ദ റോൾ ഓഫ് ദാറ്റ് അതർ പേഴ്സൺ. നിങ്ങൾ ആ പർട്ടിക്കുലർ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്തിട്ട് യു സേ ഫോർ എക്സാമ്പിൾ യു ആർ ഹാവിങ് എ പ്രോബ്ലം വിത്ത് യുവർ കസ്റ്റമർ. So you understand the role of your customer, you understand the customers, what is his issue, what is his or her issue, you take their own roles, you interchange, you play the role of a customer as well as a manager, and then you generate ideas. യു അണ്ടർസ്റ്റാൻഡ്. അന്നേരം നിങ്ങൾ ആ കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് പോയിന്റ് ഓഫ് വ്യൂ ആളുടെ കാര്യം ആലോചിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ, ഓക്കെ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായത്. ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു മിസ്കമ്മ്യൂണിക്കേഷൻ, ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു എ ടെക്നിക്കൽ പ്രോബ്ലം ഓഫ് എ പ്രോഡക്റ്റ്. നിങ്ങൾക്ക് അന്നേരം മനസ്സിലാകത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ബിറ്റ് ക്രിയേറ്റീവ്. Next one, eighth one being mood boards. Mood boards is similar to storyboard, but storyboard gives you just an outline. But mood board gives you a visual experience wherein you random words, നമ്മൾ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്ന വേർഡ്സ്, സേ ഫോർ എക്സാമ്പിൾ യു വാണ്ട് ടു ക്രിയേറ്റ് an advertisement, യു വാണ്ട് ടു ക്രിയേറ്റ് യുവർ പ്രോഡക്റ്റ്. ഇപ്പോൾ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും പ്രോഡക്റ്റിന് ഒരു ബ്രാൻഡ് നെയിം ഉണ്ട്, പ്രോഡക്റ്റിന് ഒരു ലോഗോ ഉണ്ട്, ബ്രാൻഡ് നെയിമിന് ലോഗോ ഉണ്ട്, പേരുണ്ട്, കളറുണ്ട്. സോ ഹൗ ദിസ് ഇൻസ്പയർസ് യു, ഹൗ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്, ഡിസൈൻ എലിമെൻ്റ് ആവാം, ചിലപ്പോൾ അതിൻ്റെ ഫോൺ സൈസ് ആവാം, കളർ ആവാം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഐ ടെൽ യു ദ വേർഡ്, ഐ റാൻഡംലി ടെൽ യു KitKat. What would come to your mind? Have a break, have a KitKat is a slogan, fine. Take a break, fine. What else? Does color red come to you? Coca-Cola, same case, black and red, right? Red comes to your mind. I tell you dairy milk. Dairy milk പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്ന വയലറ്റ് കളർ അല്ലേ, apart from anything else. So these colors talk to you through the form of emotions. There's a behind of marketing of colors between each and every product, right? So you design in such a way that you emotionally connect, you visually through visual boards, you emotionally connect your with your client or towards your work project. ഇതൊരു ക്രിയേറ്റീവ് സൊല്യൂഷൻ ആണ്, ഇതൊരു മാർക്കറ്റിംഗ് പ്രോസസ്സിനാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ബീങ് ഡേം ബോനോസ് 6-hat thinking process, or it's also called as 6-hat lateral thinking process, wherein one person wears 6 different hats for 6 different process. അത് പറയുന്നത് വേറൊന്നുമില്ല, ഇപ്പോൾ ഒരു ബ്ലൂ ഹാറ്റ് പറയുമ്പം ഐ പ്ലേ ദ റോൾ ഓഫ് എ ഫെസിലിറ്റേറ്റർ. ഇത് ഒരു മിഡിൽ മാൻ ആയിട്ട് ഐ ട്രൈ ടു സോൾവ് ദ പ്രോബ്ലം. ഇപ്പോൾ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക വിത്തിൻ എൻ ഓർഗനൈസേഷൻ ബിറ്റ്വീൻ 2 type ഓഫ് പാർട്ടീസ്, നെഗോസിയേഷൻ ആണ്. സോ ഐ പ്ലേ ദ റോൾ ഓഫ് എ മിഡിൽ മാൻ, മീഡിയേറ്റർ, ഫെസിലിറ്റേറ്റർ, ദാറ്റ് ഈസ് ബ്ലൂ ഹാറ്റ്. അടുത്തത് വൈറ്റ് ഹാറ്റ് എന്ന് പറയുമ്പോൾ എന്തുവാ, ഒരു പ്രോബ്ലം വന്നുകൊണ്ട് ഒരു പ്രോബ്ലം വന്ന ഇഫ് ഐ വെയർ എ വൈറ്റ് ഹാറ്റ്, ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫിഗേഴ്സ്, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് പ്രോബ്ലം. ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ്, ഐ ഡു എ റൂട്ട് കോസ് അനാലിസിസ്, ഐ അണ്ടർസ്റ്റാൻഡ് ഇത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. യു ഫോക്കസ് ഓൺ ദ ഡിഫറെൻറ്റ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. നെക്സ്റ്റ് വൺ, യു വെയർ എ റെഡ് ഹാറ്റ്. ഇഫ് യു വെയർ എ റെഡ് ഹാറ്റ്, you are more likely to approach that problem with the help of feelings and emotions. It is not due to facts and figures. You approach that with respect with your emotion and feelings about that particular problem statement.
നെക്സ്റ്റ് വൺ ഗ്രീൻ ഹാറ്റ് ആണ് നമ്മൾ ക്രിയേറ്റീവ് പ്രോസസ് ആയിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഗ്രീൻ ഹാറ്റ് ഉപയോഗിക്കുന്ന ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു ലീഡർ ഹു വെയർസ് ദിസ് ടൈപ്പ് ഓഫ് ഹാറ്റ്, ഗ്രീൻ ഹാറ്റ് ഇസ് കോൾഡ് എ ക്രിയേറ്റീവ് പേഴ്സൺ വെർ ദേ ഫൈൻഡ് ക്രിയേറ്റീവ് സൊല്യൂഷൻസ്. നമ്മൾ ഇത്രയും ക്രിയേറ്റീവ് ടൂൾസ് പഠിച്ചില്ലേ, ദേ വുഡ് ഫൈൻഡ് സം ഹൗ ദേ വുഡ് ഫൈൻഡ് ക്രിയേറ്റീവ് സൊല്യൂഷൻ ടു സോൾവ് യുവർ പ്രോബ്ലം. Next one, a person who's wearing yellow hats. Yellow hats would a person would find positive ways of finding this issue, also dealing with this issue. ചിലപ്പോൾ അത് സൊല്യൂഷൻ ആവണമെന്നില്ല, ബട്ട് എ പോസിറ്റീവ് സൈഡ് ഓഫ് ഡീലിംഗ് വിത്ത് ദാറ്റ് ഇഷ്യൂ. ഒരു ബ്ലാക്ക് കാണുമ്പോൾ എന്തുവാണ്? യെസ്, യു ഹാവ് ഗെസ്ഡ് ഇറ്റ് റൈറ്റ്. ഇറ്റ് ഈസ് ദ നെഗറ്റീവ് സൈഡ് ഓഫ് വ്യൂയിങ് ദ ഇഷ്യൂ. ഇതിൻ്റെ പ്രശ്നങ്ങൾ, ഇതിൻ്റെ റിസ്ക് എന്തൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ ദ അതർ വൺ ലീഡ് ടു എ പോസിറ്റീവ് സൈഡ്. യെല്ലോ ഹാറ്റ് ആണെങ്കിൽ ഇറ്റ് സൈൻസ് ദ പോസിറ്റീവ് സൈഡ്. വാട്ട് ആർ ദ പോസിബിൾ വേസ്? ആൻഡ് ദ ലാസ്റ്റ് ടെക്നിക് ബീങ് മൈൻഡ് മാപ്പിംഗ്. നിങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് പേടിക്കേണ്ട, നിങ്ങൾ ഇതിൻ്റെ കുറച്ച് നല്ല എന്തെങ്കിലും നോക്കിയാൽ മതി. ഫൈൻ, ദീസ് ആർ ഡിഫറെൻറ്റ് ടെക്നിക്സ് ടു എൻഹാൻസ് ക്രിയേറ്റിവിറ്റി. മൈൻഡ് മാപ്പിംഗ് ഇസ് സിമിലർ ടു റാൻഡം വേർഡ്, ബട്ട് റാൻഡം വേർഡ് ഇറ്റ് ക്യാൻ ബി റാൻഡം എനി ടോപ്പിക്. ഇത് നിങ്ങൾക്ക് ഒരു ഐഡിയ ജനറേഷൻ സ്റ്റേജിൽ തന്നെ യു റൈറ്റ് ഇൻ യുവർ ഐഡിയ, യു ബ്രെയിൻ സ്റ്റോം ടുഗദർ വിത്ത് യുവർ സെറ്റ് ഓഫ് quality circle candidates. You create your idea based on which what is relevant. Say for example, നിങ്ങൾക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ്, ഒരു കാർ ഡിസൈൻ ചെയ്യണം. അപ്പോൾ കാർ ഡിസൈൻ ചെയ്യണമെങ്കിൽ your first topic will be what type of car it should be. Second one, the research and development team. Next, what type of materials, raw materials. Next, ഇത് ഏത് ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. സേ എക്സാമ്പിൾ യു ഹാവിങ് ഡിഫറെൻറ്റ് ഫാക്ടറീസ്. നെക്സ്റ്റ് വൺ, യു അനലൈസ് യുവർ കോമ്പറ്റീറ്റേഴ്സ്. നിങ്ങൾ ഇതേ റിലീസ് ചെയ്യുന്ന സാധനം കോമ്പറ്റീഷൻ കാണുമല്ലോ. നെക്സ്റ്റ്, അത് റിലേറ്റഡ് ആയിട്ട് പ്രൈസ് നിങ്ങൾക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എത്ര എണ്ണം ഉണ്ടാക്കണം പെർ യൂണിറ്റ്, എത്ര ഫാക്ടറിയിൽ ഒരു ദിവസം എത്ര ഓർഡേഴ്സ് എടുക്കണം. ദീസ് ആർ ദ ഡിഫറെൻറ്റ് വേസ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ത്രൂ ഐഡിയ ജനറേഷൻ. അതാണ് നമ്മൾ മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. കമ്മിങ് ബാക്ക്, വി ഹാവ് ബാരിയേഴ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്തൊക്കെ പ്രോസസ്സ് വെച്ചാണ് നമുക്ക് തടസ്സം വരുന്നത്? ഒന്ന്, ഫിയർ ഓഫ് ഫെയിലിയർ. അയ്യോ ഇത് തോറ്റോ ഇത് നടക്കത്തില്ല എന്ന് ആലോചിച്ചാൽ അത് നടക്കത്തന്നെയില്ല. ലാക്ക് ഓഫ് ആഡിക്വേറ്റ് മോട്ടിവേഷൻ, ലാക്കാണ് മോട്ടിവേഷൻ കുറവ് കാരണം. ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്, ലാക്ക് ഓഫ് സഫീഷ്യൻറ്റ് ഫണ്ട്. ചിലപ്പോൾ ഒരു പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റീവ് സൊല്യൂഷൻ മാത്രം പോരാ, ചിലപ്പോൾ അതിന് റിക്വയർഡ് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഫണ്ട് വേണ്ടി വരും. പക്ഷേ ഫണ്ട് ഇല്ലെങ്കിൽ പോലും it would lead to a barrier to creativity. Being afraid of rejection of your ideas, never changing or adapting to the situation means you are not willing to change, to think newly, not thinking proactively. നിങ്ങൾ വീണ്ടും അതേ ഫിക്സഡ് മൈൻഡ് സെറ്റ് അല്ലാതെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ചിന്തിക്കാതെ കാര്യം ശരിയാകത്തില്ല. ഹാവിങ് ആൻ അൺക്ലിയർ ഡയറക്ഷൻ, ഒത്തിരി ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നാൽ കാര്യം നടക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. യു ക്യാൻ നോട്ടീസ് ഇൻ യുവർ ഡെയിലി ലൈഫ്, യു കീപ് ഓവർ തിങ്കിങ്, യു ഗെറ്റ് സ്ട്രെസ് ആൻഡ് ടെൻസ്ഡ്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് ടൈം. ഇത്രയും ഒരു ഡെഡ് ലൈൻ സമയത്ത് പോലും ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെൻറ്റ് എ ക്രിയേറ്റീവ് സൊല്യൂഷൻ. കമ്മിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക് കോൾഡ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് എന്താണ്? നമുക്കൊരു സെർട്ടൺ സെറ്റ് ഓഫ് ഗോൾസ് ഉണ്ട്. ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സെറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് എടുക്കണം, റൈറ്റ്? ഇറ്റ് ക്യാൻ ബി എ റിസ്കി ഡിസിഷൻ. നിങ്ങൾ എടുക്കുന്ന ഓരോ ഡിസിഷനാണെങ്കിലും ശരി, maybe it has to be consulted with the top management. Some decisions can be taken by yourself. It is a course of action purposely chosen from a set of alternatives so that to achieve organizational or managerial objectives or goals. This involves problem solving, budgeting, coaching, planning, organization, staffing and controlling. ചിലപ്പം നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷന് റിസ്കി ആയിരിക്കും. നമ്മൾ എടുക്കുന്ന ഏത് കാര്യമാണ് ഇറ്റ് വിൽ ഹാവ് എ ഗ്രേറ്റ് ഇമ്പാക്റ്റ്. Decision making process. Step 1, you identify what type of decision to be taken. Second one, you gather relevant information. എന്തൊക്കെയാണ് വേണ്ടിയത്. Third one, കുറേ gather ചെയ്തിട്ട് you identify the different type of options. Fourth, weigh the evidence. ഏതാണ് കൂടുതൽ റിട്ടേൺസ്, ലെസ് റിസ്കി ഉള്ള അല്ലെങ്കിൽ ഈസി ടു ഇംപ്ലിമെൻറ്റ്. യു റാങ്ക് ദിസ് പോസിബിൾ ഡിസിഷൻസ്. Next one, you choose among the different alternative decision. You select which step to take. Next one, step 6, take action. You implement. നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇംപ്ലിമെൻറ്റ്. ദെൻ റിവ്യൂ യുവർ ഡിസിഷൻ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസ്. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. പലരും അതിലെടുക്കാറില്ല. നിങ്ങളിപ്പോൾ ഒരു ഡിസിഷൻ ചെയ്തു, പ്ലാൻ ചെയ്ത് എല്ലാ ആക്ഷൻ എടുത്തു. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കുറവുണ്ടായോ, ഓർ യു തിങ്ക് ഓഫ് കണ്ടിന്യൂസ്ലി ഇംപ്രൂവിങ് യുവർ പ്രോസസ്. ഇഫ് ദിസ് ഇസ് എ റിപ്പീറ്റീവ് പ്രോസസ്, ചിലപ്പോൾ എന്നാൽ ഈ പ്രോസസ്സ് മാറ്റി ഐ ഷുഡ് ഇംപ്രൂവ് ദിസ് പ്രോസസ്. യു കം ബാക്ക് അഗെയിൻ ടു സ്റ്റെപ്പ് 3. സോ യു കീപ്പ് ഓൺ ഇംപ്രൂവിങ് യുവർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. Next, you have different types of decision making.
ഫസ്റ്റ് ഇസ് കോൾഡ് പ്രോഗ്രാം ആൻഡ് നോൺ പ്രോഗ്രാം. പ്രോഗ്രാം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, റൂട്ടീൻ ഡിസിഷൻ. നമ്മൾ സ്ഥിരം ഒരു ഓർഗനൈസേഷനിൽ അതായത് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ സ്ഥിരമായിട്ടൊരു സാധനം മേടിക്കാൻ പോകുന്നു, റൈറ്റ്? ദാറ്റ് ഇസ് കോൾഡ് പ്രോഗ്രാം ഡിസിഷൻസ്. ദിസ് ഇസ് റിപ്പിറ്റേറ്റീവ് ഇൻ നേച്ചർ. നോൺ പ്രോഗ്രാം എന്ന് വെച്ചാൽ എന്തുവാ? ചിലപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷനിൽ ആണ്, യു ആർ നോട്ട് ഫെമിലിയർ ടു ദാറ്റ് സിറ്റുവേഷൻ, ഇറ്റ്സ് എ നോൺ റൂട്ടീൻ തിങ് ഓർ ഇറ്റ്സ് നോട്ട് കോമൺ ഇൻ നേച്ചർ. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു കാർ മേടിക്കാൻ പോകുന്നു. ഒരു കാർ മേടിക്കാൻ പോകുന്ന കാര്യം റുട്ടീൻ ഡിസിഷൻ അല്ലേ? നിങ്ങളൊരു സമയം ആലോചിച്ച് അതിൻ്റെ ഫണ്ടും കണ്ടുപിടിച്ച് ഏത് വണ്ടിയാണെന്ന് സെലക്ട് ചെയ്ത് എവിടെ നിന്നും മേടിക്കാൻ, എല്ലാം പല കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നത്. ദാറ്റ് ഇസ് കോൾഡ് നോൺ പ്രോഗ്രാം ഡിസിഷൻസ്. നെക്സ്റ്റ്, ഓപ്പറേഷണൽ ആൻഡ് സ്ട്രാറ്റജിക് ഡിസിഷൻസ്. ഓപ്പറേഷണൽ ഡിസിഷൻസ് ഇറ്റ് ടേക്സ് എ വെരി ഷോർട്ടർ ടൈം, പക്ഷെ സ്ട്രാറ്റജിക് ഡിസിഷൻസ് ടോപ്പ് ലെവൽ എടുക്കുന്നുണ്ട്, വലിയ ഡിസിഷൻസ് എടുക്കുന്നത്. സോ ദാറ്റ് വിൽ പ്രോബ്ലി ബി ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ദ കമ്പനി. പെട്ടെന്ന് സേ ഫോർ എക്സാമ്പിൾ ഒരു പുതിയ ബ്രാഞ്ചിന് എടുക്കണം, അല്ലെങ്കിൽ പുതിയൊരു വൈസ് പ്രസിഡന്റ് എടുക്കണം. അത് that decision does not happen within a day or within a month. It would take so much time. So that is called strategic decisions by the top level management. മറ്റ് പറയുമ്പോൾ ഓപ്പറേഷണൽ ഡിസിഷൻസ്, നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടക്കാൻ വേണ്ടിയിട്ടുള്ള നോർമൽ ഫങ്ഷനിങ് നടക്കുന്നത്, ഇതാണ് ഓപ്പറേഷണൽ ഡിസിഷൻസ് എടുക്കുന്നത്. അത് കൂടുതൽ സബോർഡിനേറ്റ്സ് ആയിരിക്കും എടുക്കുന്നത്. നെക്സ്റ്റ് ഓൺ ബീങ് ഓർഗനൈസേഷൻ ആൻഡ് പേഴ്സണൽ ഡിസിഷൻസ്. ഓർഗനൈസേഷൻ എന്താണ്? മോർ ഓഫ് എ ഫോർമൽ പ്രോസസ്. യു ടേക്ക് എ ഡിസിഷൻ ഓൺ ബിഹാഫ് ഓഫ് യു തിങ്ക് ആൻഡ് യു ടേക്ക് എ ഡിസിഷൻ ഓൺ ബിഹാഫ് ഓഫ് യുവർ കമ്പനി ഓൺ വിത്ത് റെസ്പെക്ട് വിത്ത് യുവർ ഓർഗനൈസേഷൻ, സോ ദാറ്റ് യു ഫെസിലിറ്റേറ്റ് ആൻഡ് യു അച്ചീവ് യുവർ ഓർഗനൈസേഷണൽ ഗോൾസ്. പേഴ്സണൽ ഡിസിഷൻസ് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ രീതിക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഗെയിൻസോ, നിങ്ങൾക്ക് പേഴ്സണൽ രീതിക്ക് ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, എനിക്ക് സാലറി വേണം, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ലീവ്സ് വേണം, എനിക്ക് ഇത്രയും ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് വേണം. So that becomes a personal decision. Next one being major and minor decisions. Major decisions എന്താണ്? നമ്മൾ കൂടുതൽ ഫിക്സഡ് അസറ്റ് പർച്ചേസ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് റിലേറ്റ്സ് ടു ദ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഹാവിംഗ് വിത്ത് മോർ വാല്യൂ. ഇതൊരു ടോപ്പ് മാനേജ്മെന്റ് എടുക്കുന്ന ഡിസിഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജിക് ഡിസിഷനാണ്. ഫിക്സഡ് അസറ്റ് എന്തൊക്കെയായിരിക്കും? സംതിങ് വിച്ച് ഇസ് വെരി ലോങ് ടേം, മോർ ഓഫ് എ ഫിസിക്കൽ അസറ്റ്സ്, റൈറ്റ്? ലാൻഡ്, ബിൽഡിംഗ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഒരു മൈനർ ഡിസിഷൻ എന്തോ കൂടുതൽ കറണ്ട് അസറ്റ്സ് ആയിരിക്കും, നിങ്ങൾ ഡേ ടു ഡേ ഓപ്പറേറ്റിംഗ് കാര്യങ്ങളുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ, which takes very shorter time and very lesser value compared with fixed asset. So this can be taken by lower level management. പക്ഷെ മേജർ ഡിസിഷൻ എടുക്കുന്ന ആരാ? ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ, ടാക്ടിക്കൽ ആൻഡ് ഓപ്പറേഷണൽ ഡിസിഷൻ. ടാക്ടിക്കൽ എന്ന് പറയുമ്പോൾ എന്തുവാണ്? ഇറ്റ് ഈസ് ഹാവിങ് എ വെരി ലോങ് ടേം ഡിസിഷൻ. നമ്മൾ സ്ട്രാറ്റജിക്ക് പറയുന്ന പോലെ തന്നെ ബൈ ദ ടോപ്പ് ലെവൽ ഡിസിഷൻസ്. ഇറ്റ് ഈസ് റിഗാർഡിംഗ് വിത്ത് ദ ലൊക്കേഷൻ ഓഫ് എ പ്ലാന്റ്, ഓ എത്ര പ്രൊഡക്ഷൻ ഉണ്ടാക്കണം. ഇതൊരു ഒരു ലോ ലെവൽ ആൾ ചെയ്യുന്ന പരിപാടിയല്ല. നെക്സ്റ്റ് ഓപ്പറേഷണൽ ഡിസിഷൻ ആണ്, നേരത്തെ പറഞ്ഞ പോലെ ഡേ ടു ഡേ ഡിസിഷൻസ് ആണ്, ലോ ലെവൽ മാനേജേഴ്സ് എടുക്കുന്ന കാര്യങ്ങളാണ്. ഇൻഡിവിജ്വൽ വേഴ്സസ് ഗ്രൂപ്പ്. when a decision is taken by an individual, it is characterized as an individual decision. നിങ്ങളുടെ സ്വന്തം ഡിസിഷൻ ആണ് ആ ഡിസിഷൻ. No one would come to question you or no one has the authority to question you. Only you take the decisions. So അങ്ങനത്തെ ഒരു ടൈപ്പ്, ഒരു ഡിക്റ്റേറ്റർഷിപ്പ്, ഒരു ലീഡർഷിപ്പ് ആവാം, ഡിക്റ്റേറ്റർഷിപ്പ് സ്റ്റൈലുള്ള മാനേജർ ആവാം. നെക്സ്റ്റ് വൺ, ടേക്കിംഗ് ഗ്രൂപ്പ് ഡിസിഷൻ, വെറും കളക്റ്റീവ്ലി നിങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ച് മേടിക്കുന്നത്, എല്ലാവരും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് യു റീച്ച് ഓൺ എ കോമൺ സെറ്റ് ഓഫ് ഗോൾസ്. ഫോർ എക്സാമ്പിൾ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവരൊരു ഡിസിഷൻ ഒരാളല്ല എടുക്കുന്നത്, അത്രയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത്രയും ആൾക്കാരോട് ചോദിച്ചിട്ട് മാത്രം ഒരു കാര്യം പാസ്സാക്കത്തുള്ളൂ. We'll see the different techniques of different tools for decision making. So here we have again brainstorming, nominal group technique, Delphi technique, didactic technique, SWOT, decision metrics, Pareto principle, cost benefit, Ishikawa also called as fishbone diagram, 5 why analysis. Coming to decision making, brainstorming, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ, it is a process wherein few individuals come together, they discuss on a particular topic and they understand which is the best solution. അവർ തമ്മിൽ ക്വാളിറ്റി സർക്കിൾസ് ആയിട്ട് ഇരുന്നിട്ട് അവരുടെ ബെസ്റ്റ് ഐഡിയ അവർ സംസാരിച്ച് മനസ്സിലാക്കി എടുക്കുന്ന ഡിസിഷനാണ് ബ്രെയിൻ സ്റ്റോമിങ്. നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്, NGT, ഇത് പറയുന്ന വേറൊന്നുമില്ല, നമ്മൾ ഇതേ സെയിം കാര്യങ്ങൾ ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ ചെയ്യും, പക്ഷേ വി റൈറ്റ് ദിസ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. ഓക്കെ, based on this you remove each duplicates, you rank the best ideas and you fix which is the most ആൾക്കാർ ആദ്യം എല്ലാവരും വോട്ട് എടുത്തിട്ട് ഏത് ആൾക്കാർ കൂടുതൽ ഫേവർ ചെയ്യുന്ന ഡിസിഷൻ. ഇതാണ് നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്. ഡെൽഫി ടെക്നിക് എന്തുവാണ്?
പെർട്ടിക്കുലർ സെറ്റ് ഓഫ് എക്സ്പേർട്സ് ആണ്, സബ്ജക്റ്റ് എക്സ്പേർട്സ് ആണ്. ആ ഒരു പെർട്ടിക്കുലർ ഒരു പ്രോഡക്റ്റ് റിലീസ് ചെയ്യാൻ പോകുക. അപ്പോൾ ആ പ്രോഡക്റ്റിനെ പറ്റി അറിയുന്ന നല്ല എക്സ്പേർട്ട്, അതിനെ പറ്റി ഒരു മാനുഫാക്ചറിങ് എക്സ്പേർട്ട് ആവാം, മെക്കാനിക്കൽ സൈഡിലുള്ള സബ്ജക്റ്റ് എക്സ്പേർട്ട് ആവാം. അവരുടെ അടുത്ത് നമ്മൾ പോയി അഭിപ്രായം ചോദിക്കുന്നത്, പാനൽ ഓഫ് എക്സ്പേർട്സ് നമ്മൾ അഭിപ്രായം ചോദിക്കുന്നത്. പക്ഷേ അവർക്ക് തമ്മിൽ അറിയത്തില്ല, നമ്മൾ ആരോടൊക്കെ ഡിസ്കസ് ചെയ്ത് നമുക്കറിയത്തില്ല. നമ്മൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നമ്മൾ എടുക്കാറില്ല. അതുപോലെ തന്നെ തേർഡും ഫോർത്ത് ഒപ്പീനിയൻ എടുത്തിട്ട് നമ്മളൊരു കൺക്ലൂഷൻ എത്തുന്ന കാര്യമാണ് ഡെൽഫി ടെക്നിക്. ഫോർത്ത് വൺ, ഡിഡാക്റ്റിക് ടെക്നിക്. ഡിഡാക്റ്റിക് ടെക്നിക് എന്ന് പറയുമ്പം ഇറ്റ്സ് എ ഫോം ഓഫ് പ്രോബ്ലം സോൾവിങ് വെറിൻ യു ആൻസർ യൂസിങ് ജസ്റ്റ് യെസ് ഓർ നോ. നിങ്ങൾ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കും. ഒരു പർട്ടിക്കുലർ ഒരു പ്രോബ്ലം ഡെവലപ്പ് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് എന്തുകൊണ്ട് യെസ് എന്തുകൊണ്ട് നോ. ഇപ്പം ഞാൻ നിങ്ങളോട് തന്നെ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുമ്പം ഐ ആസ്ക് യു റൈറ്റ് ഓൾവേസ് വൈ ഡു യു സപ്പോർട്ട് യെസ് ഓർ വൈ ഡു യു സപ്പോർട്ട് നോ. അത് തെറ്റും ശരിയൊന്നും ഇല്ല, ബട്ട് പ്രോബ്ലി യു വുഡ് അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഇത് എന്തുകൊണ്ട് യെസ് ആവും എന്തുകൊണ്ട് നോ ആയിരിക്കും. കുറച്ച് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഈ ഗ്രൂപ്പ് വീണ്ടും സൈഡ് മാറും. ഐ ആസ്ക് ദം ടു ടെൽ വൈ ഡു യു സപ്പോർട്ട് നോ ആൻഡ് വൈ ഡു യു സപ്പോർട്ട് യെസ്. സോ ദേ തിങ്ക് ഇൻ ദ റിവേഴ്സ് വേ. എന്നിട്ട് അതിലുള്ള വീക്ക് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് യു കം ടു എ സൊല്യൂഷൻ. ദാറ്റ് ഇസ് കോൾഡ് ഡിഡാക്റ്റിക് ടെക്നിക്. ഇറ്റ്സ് എ ഫോം ഓഫ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആൻസർ. പകുതി അങ്ങനെ ആയിരിക്കും, നേരെ ബാക്കി പകുതി ആകുമ്പോൾ ഗ്രൂപ്പ് മാറി. നേരത്തെ യെസ് പറഞ്ഞ ആൾക്കാർ നെഗറ്റീവായിട്ട് ചിന്തിക്കും, നെഗറ്റീവായിട്ട് നോ എന്ന് പറഞ്ഞ ആൾക്കാർ യെസ് എന്ന് പറയും. ആൻഡ് ദേ അണ്ടർസ്റ്റാൻഡ് വൈ ദാറ്റ് ഇസ് ബീങ് സെഡ്. ഫിഫ്ത്ത് വൺ ബീങ് SWOT. SWOT നിങ്ങൾക്ക് അറിയുന്ന പോലെ യു അണ്ടർസ്റ്റാൻഡ് ദ internal strength and weakness and the external opportunities and threat of your organizations. ഡിസിഷൻ മെട്രിക്സ് വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഒരു ഓപ്ഷൻ എടുക്കണം. ഓക്കെ, യു ആർ കൺഫ്യൂസ് ടു ബൈ വാട്ട് പ്രോഡക്റ്റ് ഓർ വാട്ട് പ്രോബ്ലം ടു സോൾവ്. സോ നിങ്ങളൊരു റോ ആൻഡ് കോളം ബേസിസിൽ നിങ്ങളത് ചാർട്ട് ചെയ്തിട്ട് ഏറ്റവും ഒപ്റ്റിമം സൊല്യൂഷൻ നോക്കിയിട്ട് നിങ്ങൾ നോക്കും ഏതാ മാക്സിമം റിട്ടേൺസ് തരുന്നത്, ഏതാ കൂടുതൽ സമയം എടുക്കുന്നത്, ഏതാ കൂടുതൽ റിസ്കി പ്രോസസ്സ്. ഇതെല്ലാം മനസ്സിലാക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ സിനാരിയോസ് നിങ്ങൾ ജനറേറ്റ് ചെയ്തിട്ട് ഏറ്റവും ഒപ്റ്റിമം സൊല്യൂഷൻ നിങ്ങൾ എടുക്കും. ഇതാണ് ഡിസിഷൻ മെട്രിക്സ്. സെവൻത് വൺ ബീങ് പാരറ്റോ പ്രിൻസിപ്പിൾ. പാരറ്റോ നമ്മൾ 80-20 റൂൾ എന്നാണ് പറയുന്നത്. അതായത് 80% ഓഫ് യുവർ പ്രോബ്ലംസ് ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ 20% ഓഫ് ദ വൈറ്റൽ ഫ്യൂ. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹോട്ടൽ ബിസിനസ് ഉണ്ട്. സോ ഹിയർ വി സി എ കസ്റ്റമർ കംപ്ലൈനിങ് വിത്ത് റെസ്പെക്ട് വിത്ത് ദ ഹോട്ടൽ സർവീസ്. ചിലപ്പോൾ ഡിലേ ഇൻ റൂം സർവീസ് ഇത്രയും, നമ്മളിപ്പോൾ ഇതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്തു. ഇത് മാത്തമാറ്റിക്കലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മേ ബി ദേ ഹാവ് എ ഡിലേ ഇൻ റൂം സർവീസ്, ഡിലേ ഇൻ റൂം അലൊക്കേഷൻ, ഫുഡ് കൊള്ളത്തില്ലായിരിക്കും, ഒത്തിരി ചാർജ് ഉണ്ടായിരിക്കും, പല റീസൺസ് കാണും. പക്ഷേ 80% അവർ കംപ്ലൈൻറ്റിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ എവിടെ നമുക്ക് നന്നാവാൻ പറ്റും നോക്കുമ്പോൾ അവർ നോക്കുന്നത് എന്തുവാണ്, കൂടുതൽ കംപ്ലൈൻറ്റ് എവിടെയാണ് വരുന്നത്, ഡിലേ ഇൻ റൂം സർവീസ്. അപ്പോൾ ദിസ് ഈസ് ജസ്റ്റ് കൂടുതൽ എന്ന് വെച്ചാൽ ഇതെല്ലാം അതല്ല, ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഇസ് കമ്മിങ്. സി ദിസ് ഈസ് ജസ്റ്റ് 80%. ഇത്രയും 80% ഓഫ് ദ പ്രോബ്ലം ഇസ് കമ്മിങ് ഫ്രം ജസ്റ്റ് വൈറ്റൽ ഫ്യൂ, ജസ്റ്റ് 20% ഓഫ് ദിസ് എൻറ്റയർ പ്രോബ്ലംസ്. അതാണ് നമ്മൾ 80-20 റൂൾ വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, എയ്ത്ത് വൺ ബീങ് കോൾഡ് കോസ് ആൻഡ് എഫക്ട് ഡയഗ്രാം. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് ഫിഷ് ബോൺ ഡയഗ്രാം. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് ഇഷക്കാവ ഡയഗ്രാം. ഇത് വേറൊന്നുമല്ല, വി ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കോസ് ആൻഡ് എഫക്ട്. കാര്യം നടന്നു, നമ്മളിവിടെ വരയ്ക്കുന്നു. ദെൻ യു ഡ്രോ എ ഫിഷ് ബോൺ ഡയഗ്രാം, യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെൻറ്റ് കോസ്. ഇത് എന്തുകൊണ്ട് നടന്നു, എന്തായിരിക്കും ഇഷ്യൂ, എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു, നമ്മൾ ഇതുപോലെ ബോഡി വരച്ച് നമുക്ക് മനസ്സിലാക്കിയായിരുന്നു യൂസിങ് ഫിഷ് ബോൺ ഡയഗ്രാം. നെക്സ്റ്റ് വൺ കോൾഡ് 5Y അനാലിസിസ്. നേരത്തെ നമ്മൾ 5Y1H ആണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇത് 5Y അനാലിസിസ് എന്ന് വെച്ചാൽ യു അണ്ടർസ്റ്റാൻഡ് യു ഹാവ് എ ഡിഫറെൻറ്റ് പ്രോബ്ലം, യു കീപ്പ് ഓൺ ആസ്കിങ് 5 times വൈ ദിസ് പ്രോബ്ലം ഹാസ് ഹാപ്പൻ. സേ ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു പോസ്റ്റർ അടിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ക്ലൈൻറ്റ് അത് പോസ്റ്റർ കാശ് തരുന്നില്ല. ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി എ പ്രോബ്ലം. സോ യു ആസ്ക് വൈ ആദ്യം ചോദിച്ചിട്ട് പുള്ളിക്കാരൻ എന്താ പറയുന്നത്, ഡെലിവറി ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് സമയത്തിന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ക്ലൈൻറ്റ് ഇസ് റെഫ്യൂസിങ് ടു പേ. സ്റ്റിൽ യു ആസ്ക് വൈ വി ബിക്കെയിം ലേറ്റ്. എന്ന് വെച്ചാൽ ജോലി കൂടുതൽ സമയം എക്സ്പെക്റ്റഡ് ടൈം എക്സീഡ് ചെയ്തു. അത് എന്തുകൊണ്ട് അത് എക്സൈഡ് ചെയ്തു, എക്സൈഡ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പ്രിൻ്ററിൻ്റെ ഇങ്ക് തീർന്നു പോയി. എന്തുകൊണ്ട് പ്രിൻ്ററിൻ്റെ ഇങ്ക് തീർന്നു പോയി, ലാസ്റ്റ് മിനിറ്റ് ആണ് ആ ഓർഡർ വന്നത്, പക്ഷേ ഇങ്ക് അപ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചില്ല, ലാസ്റ്റ് മിനിറ്റ് ഈ ക്ലയൻറ്റിൻ്റെ ഓർഡർ വന്നുകൊണ്ട് തീർന്നു പോയി. അപ്പോൾ ശരിക്കും എന്തുകൊണ്ട് തീർന്നു, എന്തായിരുന്നു പ്രശ്നം, വി ഡിഡ് നോട്ട് ഹാവ് ഇനഫ് ഇങ്ക് ഇൻ സ്റ്റോക്ക് ആൻഡ് കുഡ് നോട്ട് ഓർഡർ ന്യൂ സപ്ലൈസ് ഇൻ ടൈം. അപ്പോൾ നമ്മൾ ഇത് വെച്ച് എന്താ സൊല്യൂഷൻ അല്ല കണ്ടുപിടിക്കുന്നത്, നമ്മൾ 5Y അനാലിസിസ് വെച്ച് നമ്മൾ ഇതിൻ്റെ കൗണ്ടർ മെഷറാണ്. ദ 5Y യൂസേഴ്സ് കൗണ്ടർ മെഷേഴ്സ് റാദർ ദാൻ സൊല്യൂഷൻ. ഇതിൻ്റെ കൗണ്ടർ മെഷർ എന്താണ്,
ഇനിയും കുറച്ചുകൂടെ ഇങ്ക് സപ്ലൈ സ്റ്റോക്ക് ചെയ്ത് വെക്കണം, വേറൊരു സപ്ലയറിനെ കണ്ടുപിടിക്കണം, സോ ദാറ്റ് ഇൻ എ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം അവന് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും അറ്റ് എ വെരി ലോ റേറ്റ്. ആൻഡ് ആ സമയത്ത് ഷോർട്ട് നോട്ടീസിൻ്റെ ഗുണം എന്താ, ഇൻവെൻറ്ററി റെഡ്യൂസ് ചെയ്യാൻ പറ്റും, വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും, സാധനങ്ങൾ ഡെലിവർ ചെയ്യാൻ പറ്റും. And the 10th one being cost benefit analysis. You take certain set of decisions, you understand which are the financial benefits. നിങ്ങൾ എടുക്കുന്ന മൂന്നാല് കാര്യങ്ങളാണെങ്കിൽ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, സി ആൻഡ് ഡി, യു അണ്ടർസ്റ്റാൻഡ് വിച്ച് ആർ ദ മാക്സിമം ഈൽഡ് കിട്ടുന്ന ഓപ്ഷൻസ് കിട്ടുന്ന, വിച്ച് ആർ ദ ഡിഫറെൻറ്റ് സിനാരിയോസ്, വിച്ച് ആർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് വേർ യു ക്യാൻ എസ്റ്റിമേറ്റ് the maximum returns from each and every scenario. ഇതാണ് called cost benefit analysis. Now we'll see what is called conflict. Conflict എന്ന വേറൊന്നുമില്ല, ഇറ്റ് ഈസ് എ ഡിസഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more people. ചിലപ്പോൾ ഒരാളുടെ പോയിന്റ് ഓഫ് വ്യത്യാസം വ്യത്യാസമായിരിക്കും, ചിലപ്പോൾ ഒരാൾ ചിലപ്പം അംഗീകരിക്കത്തേ ഇല്ല, പോയിന്റ് ഓഫ് ഡിഫറൻസ് മാത്രമല്ല, അത് ചിലപ്പോൾ കൺസ്ട്രക്റ്റീവ് ആവാം, ഡിസ്ട്രക്റ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പോസിറ്റീവ് എപ്പോഴാവുന്നത്, ഒരു പുതിയൊരു ഐഡിയ ജനറേറ്റ് ചെയ്യുമ്പോൾ, പുതിയൊരു ഐഡിയ ഷെയർ ചെയ്യുമ്പോൾ, ഓക്കെ ഇത് ഇങ്ങനെയും ചെയ്യാമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്കത് പോസിറ്റീവ് ആവുന്നത്. അപ്പോൾ കൂടുതലും എന്താ ഒരു ബ്രെയിൻ സ്റ്റോമിങ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. പക്ഷേ കോൺഫ്ലിക്റ്റ് എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്, നെഗറ്റീവ് ആകുമ്പോൾ ടോട്ടൽ ഒരു വാക്ക് തർക്കമായി. അപ്പോൾ വാക്ക് തർക്കമായി എന്താ, ആ കാര്യം നടക്കത്തുമില്ല, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവും, ചിലപ്പോൾ ടൈം എടുക്കുക കാര്യം ചെയ്യാൻ, ആൾക്കാർ തമ്മിൽ ഈഗോ ഫോം ചെയ്യും. ഇതാണ് നമ്മൾ നെഗറ്റീവ് കോൺഫ്ലിക്റ്റ് വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഡിസഡ്വാൻറ്റേജ് ഓഫ് എ കോൺഫ്ലിക്റ്റ്. അപ്പോൾ നമുക്ക് പല വ്യൂസ് ഓഫ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. ട്രഡീഷണലി നമ്മൾ പറയുന്നത് എന്തുവാ, ട്രഡീഷണൽ വ്യൂ ഓഫ് കോൺഫ്ലിക്റ്റ് നമ്മൾ പറയുന്നത് വെച്ചാൽ കോൺഫ്ലിക്റ്റ് എന്ത് വന്നാലും എൻകറേജ് ചെയ്യില്ല, അത് ഭയങ്കര ഒരു വലിയ പ്രശ്നമായിട്ടാണ് ട്രഡീഷണൽ വ്യൂ ഓഫ് കോൺഫ്ലിക്റ്റ് ആണെന്ന്. ഇറ്റ് വാസ് അസോസിയേറ്റഡ് വിത്ത് വേർഡ്സ് ലൈക്ക് വയലൻസ് ആൻഡ് ഡിസ്ട്രക്ഷൻ. രണ്ടാമത് പറയുന്നത് വെച്ചാൽ ഹ്യൂമൻ റിലേഷൻസ് വ്യൂസ് ഓഫ് കോൺഫ്ലിക്റ്റ്, അതായത് കോൺഫ്ലിക്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇറ്റ് ഈസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് യുവർ ലൈഫ്, യുവർ ഡെയിലി ലൈഫ്. കോൺഫ്ലിക്റ്റ് നാച്ചുറലായിട്ട് ഒക്കർ ചെയ്യുന്ന കാര്യങ്ങളാണ് വിത്തിൻ യുവർ ഗ്രൂപ്പ്, വിത്തിൻ യുവർ ഓർഗനൈസേഷൻ. ആൻഡ് ദ തേർഡ് വ്യൂ കോൾഡ് ഇൻട്രാക്ഷണലിസ്റ്റ് വ്യൂ ഓഫ് കോൺഫ്ലിക്റ്റ്, അതായത് എപ്പോഴും കോൺഫ്ലിക്റ്റ് നെഗറ്റീവ് അല്ല, കോൺഫ്ലിക്റ്റ് പോസിറ്റീവ് ആവാം. പോസിറ്റീവ് ആവുകയാണെങ്കിൽ എന്താണ്, ഗ്രൂപ്പ് പെർഫോമൻസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, ഐഡിയ ജനറേഷൻ കിട്ടും, കൂടുതൽ ആൾക്കാർ ഒരു ടീം കമ്മിറ്റ്മെൻറ്റ് കാണും. ഇതാണ് 3 different views of conflict. Now we'll see the different type of conflict. Intrapersonal conflict is between a single individual, interpersonal between 2 or more people, intragroup between you and your group, intergroup between 2 groups. Fine. ഇതാണ് നേരത്തെ പറഞ്ഞത്. പോസിറ്റീവ് ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ്. ഇറ്റ് സപ്പോർട്ട്സ് ദ ഗോൾസ് ഓഫ് ഗ്രൂപ്പ് ആൻഡ് ഇംപ്രൂവ്സ് ദ പെർഫോമൻസ്. നെഗറ്റീവ് ആണെങ്കിൽ എന്താ, നമ്മുടെ ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും, ഇറ്റ്സ് കോൾഡ് ഡിസ്ഫങ്ഷണൽ. നെഗറ്റീവ് ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റിന് പേരാണ് ഡിസ്ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ്. പോസിറ്റീവ് ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ് നമ്മൾ ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വിൽ സി വാട്ട് ഇസ് കോൾഡ് ആസ് പോണ്ടി's മോഡൽ ഓഫ് ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ്. Person called Pondy, he had developed 5 stages. First one being called latent stage. Latent stage പറയുന്നത് എന്തുവാണ്, ഇവിടെ കോൺഫ്ലിക്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ലേറ്റന്റ് സ്റ്റേജ്. ഇവിടെ ആൾക്കാർക്ക് അറിയത്തില്ല, അവർ കോൺഫ്ലിക്റ്റ് പ്രോസസ്സിലാണ്. കോൺഫ്ലിക്റ്റ് തുടങ്ങി, കോൺഫ്ലിക്റ്റ് പ്രോസസ്സ് തുടങ്ങി, പക്ഷേ ആൾക്കാർ അറിയുന്നില്ല, ഓക്കെ നമ്മൾ ഓൾറെഡി കോൺഫ്ലിക്റ്റ് പ്രോസസ്സ് തുടങ്ങി, അവർ ഈ ഒരു സ്റ്റേജ് അറിയുന്നില്ല. അതാണ് ഫസ്റ്റ് സ്റ്റേജ് കോൾഡ് ലേറ്റന്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് കോൾഡ് പെർസീവ് സ്റ്റേജ്. ഇവിടെ ആ തർക്കം, ആ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്ന ഒരു കോൺഫ്ലിക്റ്റ് പ്രോസസ്സിൽ 1 or more പീപ്പിൾ ഉണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് മനസ്സിലാവും, ഓക്കെ ഇപ്പോൾ നമ്മളുള്ള ഒരു കോൺഫ്ലിക്റ്റ് പ്രോസസ്സിലാണ് നിൽക്കുന്നത്, ഒരു വാക്ക് തർക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതിന് മുമ്പേ ഇത് സോൾവ് ചെയ്യണം. ചിലപ്പോൾ അതൊരു മിസ്കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ വഴി അത് സോൾവ് ചെയ്യണം. അതാണ് പെർസീവ്ഡ് കോൺഫ്ലിക്റ്റ്. യു അണ്ടർസ്റ്റാൻഡ് യെസ് ദർ ഇസ് എ പോസിബിൾ ചാൻസ് ഓഫ് എ കോൺഫ്ലിക്റ്റ്. തേർഡ് വൺ ഫെൽറ്റ് കോൺഫ്ലിക്റ്റ്. ഫെൽറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇതിൻ്റെ അഡ്വാൻസ് സ്റ്റേജ് ആണ്. അതായത് നിങ്ങൾ പെർസീവ് ചെയ്തിട്ടും കുറച്ചുകൂടെ ഇമോഷൻസ് ഇൻവോൾവ് ആണ് ഇവിടെ. സേ ഫോർ എക്സാമ്പിൾ, ഒരാൾ ചിലപ്പോൾ ദേഷ്യപ്പെടും, ടെൻഷൻ കാണും, സ്ട്രെസ് ഇറക്കും, ഇമോഷൻസ് കാണും, വാക്ക് തർക്കം ഉണ്ടാവും. സോ ഇറ്റ്സ് മോർ ഓഫ് എ ഫെൽറ്റ് സ്റ്റേജ്. ആൾക്കാരുടെ ഇമോഷൻസ് റിലീസ്ഡ് ആണ് ആ സമയത്ത്. ഫോർത്ത് വൺ ബീങ് മാനിഫെസ്റ്റ് സ്റ്റേജ്. മാനിഫെസ്റ്റ് സ്റ്റേജ് ബൈ ദിസ് ടൈം ഇത് എല്ലാവർക്കും അറിയാൻ പറ്റുന്നു, കോൺഫ്ലിക്റ്റ് ഇസ് ഓപ്പൺ ആൻഡ് ക്യാൻ ബി ഒബ്സർവ്ഡ്. എല്ലാവർക്കും, നാട്ടുകാർക്ക് മൊത്തം അറിയാൻ പറ്റുന്നുണ്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന്. കോൺഫ്ലിക്റ്റ് ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് പല രീതിക്ക് ഇത് അപ്രോച്ച് ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ കെയർ വെച്ചൊരു ഇഷ്യൂ വരുവാണെങ്കിൽ, അത് ഒട്ടും സോൾവ് ചെയ്യാത്ത പ്രോസസ്സ് ആണെങ്കിൽ നിങ്ങൾ ഫോളോ അപ്പ് മെയിൽസും കോൾസും മീറ്റിംഗ്സ് വെക്കും. യു വിൽ സീ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് വെർ യു ക്യാൻ ട്രൈ ടു കൺട്രോൾ ദ സിറ്റുവേഷൻ. നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ ബീങ് ആഫ്റ്റർ മാച്ച് സ്റ്റേജ്. ആഫ്റ്റർ മാച്ച് സ്റ്റേജ് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ ഫൈനൽ ഔട്ട്കം ആണ്. ഒന്നെങ്കിൽ അവർക്കൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതൊരു റെസൊല്യൂഷനാവും,
ഇല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ആവും. ഇറ്റ് വിൽ ബി എ നെഗറ്റീവ് പ്രോസസ്. ഈ സെയിം പ്രോസസ്സിനാണ് നമ്മൾ ദിസ് ഈസ് കോൾഡ് പോണ്ടീസ് മോഡൽ ഓഫ് ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ്. 5 സ്റ്റേജസ് ഉണ്ട്. Only if the question പോണ്ടീസ് മോഡൽ is asked, write this 5 stages. Else ഒരു നോർമൽ കോൺഫ്ലിക്റ്റ് പ്രോസസ് എന്ന് ചോദ്യം വരുവാണെങ്കിൽ പ്ലീസ് റൈറ്റ് this figure. Stage 1 being potential opposition or incapability, Stage 2 cognition and personalization, Stage 3 intention, Stage 4 behavior and Stage 5 outcome. നോർമൽ കോൺഫ്ലിക്റ്റ് പ്രോസസ് ഇത് ഇടണം. പക്ഷേ ഈ സ്റ്റേജസ് നമ്മളുടെ ഇത് വെച്ച് സിമിലർ ആയി. ലുക്ക് അറ്റ് ദ ഹെഡിങ്. പെർസീവ്ഡ്, ഫെൽറ്റ്, ഇതാണ് ലേറ്റൻറ്റ്. കോൺഫ്ലിക്റ്റ് ഹാൻഡിൽ ഇൻറ്റൻഷൻ, ഈ 5 ഇൻറ്റൻഷൻ ഇത് വേണമെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് വൺ ബീങ് ഓവേർട്ട് ഓർ കോൾഡ് മാനിഫെസ്റ്റ്. പിന്നെ നമ്മളുടെ ആഫ്റ്റർമാത്ത് സിറ്റുവേഷനാണിത്. ഫസ്റ്റ് വൺ പൊട്ടൻഷ്യൽ ഓപ്പോസിഷൻ എന്ന് വെച്ചാൽ ആൾക്കാർ അറിയുന്നില്ല എന്താണ് അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ആണ്, ലേറ്റൻറ്റ് സ്റ്റേജ് ആണ് നടക്കുന്നത്. അപ്പോൾ അത് ഈ 3 എലിമെൻറ്റ്സ് ഉണ്ടാകുന്നത്. ഒന്നെങ്കിൽ മിസ്കമ്മ്യൂണിക്കേഷൻ ആവാം, കമ്മ്യൂണിക്കേഷനിലായിരിക്കും ഇഷ്യൂ വരുന്നത്. രണ്ടാമത്തെ ചിലപ്പോൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ പ്രശ്നം കാരണമായിരിക്കും ഒരു കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യത. ഒരു സീനിയർ ഒരു ജൂനിയർ ഒരു എംപ്ലോയി വരുന്ന ഒരു കേസായിരിക്കും. തേർഡ് വൺ പേഴ്സണൽ വേരിയബിൾസ്. മറ്റൊരാളുടെ പേഴ്സണൽ ഈഗോസ്, ഒരു നെഗറ്റീവ് ബയാസ്, എന്തെങ്കിലും അവർ തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂസ് ആണ് പേഴ്സണൽ വേരിയബിൾസ് പറയുന്നത്. സ്റ്റേജ് 2 പറയുന്നതാണ് കൊഗ്നിഷൻ ആൻഡ് പേഴ്സണലൈസേഷൻ. ഇവിടെ നമുക്ക് 2 പ്രോസസ്സ് ഉണ്ട്. സ്റ്റേജ് 2 ഓൾറെഡി പെർസീവ്ഡ് ആണ്. പെർസീവ് കോൺഫ്ലിക്റ്റ്, അതായത് ഒരാൾക്ക് മനസ്സിലായി ഓക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടായി, അപ്പോൾ ചിലപ്പോൾ അത് അവിടെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. മിസ്കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ യു ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. അടുത്ത ഫെൽറ്റ് കോൺഫ്ലിക്റ്റ്, അതായത് പെർസീവ് കോൺഫ്ലിക്റ്റ് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സാണ് ഫെൽറ്റ് കോൺഫ്ലിക്റ്റ്. ഫെൽറ്റ് കോൺഫ്ലിക്റ്റ് എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? യെസ്, നമ്മൾ already after perceiving that one person is already having an issue, you understand okay there is some sort of elements of emotions attached with it. ചില ടെൻഷൻ, ആങ്സൈറ്റി, സ്ട്രെസ് ഇതൊക്കെ ഇൻവോൾവ് ആണ് ഫെൽറ്റ് കോൺഫ്ലിക്റ്റിൽ. നെക്സ്റ്റ് യു കം ടു സ്റ്റേജ് 3 വെറിൻ യു ഡീൽ വിത്ത് ദ കോൺഫ്ലിക്റ്റ്. നമുക്ക് ഇത്രയും സ്ട്രാറ്റജീസ് ഉണ്ട്. കോമ്പീറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്, കൊളാബറേറ്റിംഗ്, കോംപ്രമൈസിങ്, അവോയ്ഡിങ് ആൻഡ് അക്കോമഡേറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട് ടു ഡീൽ വിത്ത് ദ കോൺഫ്ലിക്റ്റ്. നെക്സ്റ്റ് യു കം വിൽ സീ ദാറ്റ് അക്കോർഡിംഗ്ലി ഇത് തീർത്തിട്ട് അങ്ങോട്ട് പോവാം. നെക്സ്റ്റ് വിൽ കം ടു ബിഹേവിയർ വെറിൻ യു അണ്ടർസ്റ്റാൻഡ്. മാനിഫെസ്റ്റ് ബിഹേവിയർ ആണ്, മാനിഫെസ്റ്റ് സ്റ്റേജ് ആണ് വെറിൻ യു അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല. ഐദർ ദാറ്റ് പേഴ്സൺ വിൽ റിയാക്ട് വെരി നോർമലി, അതായത് മിനിമം പ്രശ്നങ്ങൾ കാണത്തുള്ളൂ, അല്ലെങ്കിൽ തന്നെ മാക്സിമം ഒരു വയലൻസ് രീതിക്ക് പോകും. അതായത് എന്തോ ഓവർട്ട്, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് പറയുന്നത് എന്താ, ദ കോൺഫ്ലിക്റ്റ് ഇസ് ഓപ്പൺ, എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ട്. ദെൻ യു ട്രൈ ടു സോൾവ് ദാറ്റ് പ്രോബ്ലം. സോൾവ് ചെയ്തിട്ട് ആഫ്റ്റർ മാത്ത് ഔട്ട്കം എന്താണ്, ഒന്നെങ്കിൽ ഒരു ഫംഗ്ഷനിലായിരിക്കും, അതാണ് ഇൻക്രീസ് ഗ്രൂപ്പ് പെർഫോമൻസ്, ഒരു റെസൊല്യൂഷൻ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ, അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ, അല്ലെങ്കിൽ എന്താ ഡിക്രീസ് ഗ്രൂപ്പ് പെർഫോമൻസ്. വിൽ സി ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് കോമ്പീറ്റിംഗ് ഓഫ് ഇൻറ്റൻഷൻസ്. നമുക്കത് 2 ഡയമെൻഷൻസിൽ അത് ചെക്ക് ചെയ്യാം. ദിസ് വിത്ത് റെസ്പെക്ട് ടു യുവർ ലെവൽ ഓഫ് കോപ്പറേറ്റീവ്നെസ് ടുവേർഡ്സ് അതേഴ്സ് and with level of assertiveness upon yourself, how you see yourself and how you see your others. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും കോമ്പീറ്റ് ചെയ്യാം. അതായത് ഈ കോമ്പീറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഐ വിൻ യു ലൂസ് സിറ്റുവേഷൻ ആണ് കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. യു ഡെഫിനറ്റ്ലി കോമ്പീറ്റിംഗ് 1 person will only win, not everyone is going to win. Next you try to accommodate, അതായത് മേ ബി യു വുഡ് ലീവ് യുവർ ഈഗോ, യു വുഡ് അണ്ടർസ്റ്റാൻഡ് ദ അതർ പേഴ്സൺ ആൻഡ് അവൻ്റെ ഐഡിയയും കൂടെ കണക്കിലെടുത്തിട്ട് യു ഗോ ടു എ പെർട്ടിക്കുലർ സൊല്യൂഷൻ. തേർഡ് വൺ യു ട്രൈ ടു കൊളാബറേറ്റ്. അവൻ പറയുന്ന ഇത്രയും പെർസെൻറ്റേജും നിങ്ങൾ പറയുന്ന ഐഡിയയും അവൻ്റെ ഐഡിയയും രണ്ടും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു കമ്പൈൻ എഫേർട്ടാണ് കൊളാബറേറ്റ്, യു കം ടു എ സൊല്യൂഷൻ. കോംപ്രമൈസിങ് എന്തുവാണ്, ആ ആൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എടുക്കില്ല, ചില കാര്യങ്ങൾ ശരിയാണ്, നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ ശരിയാണ്. സോ ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി എ വിൻ വിൻ സിറ്റുവേഷൻ. എന്ന് വെച്ചാൽ no, it is not a win-win situation because you compromise something. You can say some win situation വേണമെങ്കിൽ പറയാം. Next, avoiding is the worst situation wherein you do not have any solution towards the problem. ആ 2 പേർ തമ്മിൽ കോൺഫ്ലിക്റ്റ് തമ്മിൽ you avoid. So it's actually no win or most of a lose situation wherein you understand. Competing I win you lose, കൊളാബറേറ്റിംഗ് ഐ വിൻ യു വിൻ. കൊളാബറേറ്റിംഗ് സിമ്പിൾ മറന്നു പോലെ കൊളാബറേറ്റിംഗ് ഒരുമിച്ച് ഗോൾസ് ചെയ്യുന്നു. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ് വിത്ത് ദിസ് ആൻഡ് ദിസ്. കോംപ്രമൈസിങ് പകുതി ഒരു യു ആർ ലീവിങ് ഫ്യൂ സർട്ടൺ എലമെൻറ്റ്സ് ആൻഡ് യു അണ്ടർസ്റ്റാൻഡ് യു കോംപ്രമൈസ് ഓൺലി വിത്ത് സർട്ടൺ എലമെൻറ്റ്സ്. അക്കോമഡേറ്റിംഗ് എന്താ, ഒരാളുടെ ഒപ്പീനിയൻ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ ഒരുമിച്ച് പോകുന്നു, അതാണ് അക്കോമഡേറ്റിംഗ്.
avoiding no winners, no losers or lose-lose. Accommodating I lose, you win. അതായത് you involve that person's opinion. Compromising എന്താണ്? നമ്മൾ കുറച്ച് പോവും. Win some, lose some. ഇതാണ് 5 കോൺഫ്ലിക്റ്റ് ഹാൻഡ്ലിംഗ് ഇൻറ്റൻഷൻസ് നമുക്കുള്ളത്. ബിഹേവിയർ നേരത്തെ പറഞ്ഞ പോലെ it is called manifest or overt situation. Conflict is visible. Then this include different stages and reactions made by them. ഒന്നെങ്കിൽ അതൊരു മൈനർ ഡിസഗ്രിമെൻ്റ് ആയിരിക്കും, അതൊരു കൺട്രോൾഡ് ഒരു നോർമൽ രീതിക്കായിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു എ മേജർ ഡിസഗ്രിമെൻറ്റ് വേർ വയലൻസ് വുഡ് ബി ഇൻവോൾവ്, ദ വുഡ് ബി ഫിസിക്കൽ അറ്റാക്സ്. നെക്സ്റ്റ് അത് റിലേറ്റഡ് ആയിട്ട് ഔട്ട്കം വരും, അതെങ്കിൽ ഫങ്ഷനിലാവാം ഡിസ്ഫങ്ഷനിലാവാം. കമ്മിങ് ടു ദ നെക്സ്റ്റ് പാർട്ട് ഇസ് കോൾഡ് നെഗോസിയേഷൻ. നെഗോസിയേഷൻ നമ്മൾ എന്തിനാ, നമ്മളൊരു സൊല്യൂഷൻ അനുസരിച്ചാണ് വരുന്നത്. ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഡിസ്കസിങ് ഈച്ച് ഇൻഡിവിജ്വൽസ് പൊസിഷൻ ഓൺ എ ടോപ്പിക് ആൻഡ് അറ്റംപ്റ്റിംഗ് ടു റീച്ച് ടു എ പെർട്ടിക്കുലർ സൊല്യൂഷൻ that benefits both parties. ഒരാൾ മാത്രമല്ല, both parties enjoy the reap of the benefits. It's a process in which two or more parties exchange goods or service and attempt to agree on a common exchange rate. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് നെഗോസിയേഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് നെഗോസിയേഷൻ, അതായത് ഞാൻ ജയിച്ചു, ഐ വിൻ യു ലൂസ്, അതാണ് വൺ പാർട്ടി വിൻസ് ദ പാർട്ടി ലൂസസ്, കോൾഡ് ഡിസ്ട്രിബ്യൂട്ടീവ് നെഗോസിയേഷൻ. ഇൻറ്റഗ്രേറ്റീവ് നെഗോസിയേഷൻ, ഇതിനാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. വേറെ ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ both parties. They try to win, they creating value on both sides. Stages of negotiation, നമുക്കൊരു 5 പ്രോസസ് ഉണ്ട്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ട് യു ഡിഫൈൻ ദ ഗ്രൗണ്ട് റൂൾസ്, യു ക്ലാരിഫൈ ജസ്റ്റിഫിക്കേഷൻ, ദെൻ യു സ്റ്റാർട്ട് ബാർഗെയിനിങ്, ആഫ്റ്റർ വിച്ച് യു ക്ലോസ് ദ പ്രോസസ്. പ്രിപ്പയറിംഗ് സ്റ്റേജിൽ എന്തുവാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആരൊക്കെയാണ് നെഗോഷിയേറ്റിംഗ് പ്രോസസ്സ്, ഇതിൽ എന്തുവാണ് പ്രശ്നം, എന്തുവാ ഉള്ളത്, എന്തുവാ നെഗോഷിയേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ടേംസ് ഉള്ളത്, നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നു. സെക്കൻഡ്, ഡിഫൈൻ ദ ഗ്രൗണ്ട് റൂൾസ്. ആരാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്, എവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത്, എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ, ഇപ്പോൾ ലാംഗ്വേജ് ഒരു കൺസ്ട്രെയിൻ ആണെങ്കിൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ വേണോ, ഇന്ന് എന്തെങ്കിലും ടൈം ഡ്യൂറേഷൻ ഉണ്ടോ, ഞാൻ അവൻ്റെ സ്ഥലത്ത് പോകണോ ഇവൻ എൻ്റെ സ്ഥലത്ത് പോകണോ, നിങ്ങളൊരു കോമൺ മീറ്റിംഗ് പ്ലേസ് വെക്കുന്നു. ഇതൊക്കെയാണ് ഡെഫിനേഷൻ ഓഫ് ഗ്രൗണ്ട് റൂൾസ് വരുന്നത്. നെക്സ്റ്റ്, ക്ലാരിഫിക്കേഷൻ ആൻഡ് ജസ്റ്റിഫിക്കേഷൻ. ഇവിടെ ഒരു പാർട്ടി ആദ്യം മിണ്ടായിരുന്നിട്ട് അവർ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ പറയും. സെയിം വേ വൈസ് വേഴ്സ, മറ്റൊരാൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എല്ലാം പറഞ്ഞിട്ട് ദ ഓപ്പോസിറ്റ് പേഴ്സൺ വിൽ കീപ് ക്വയറ്റ് സോ ദാറ്റ് ദേ ഗെറ്റ് എഡ്യൂക്കേറ്റഡ് അബൌട്ട് ദ പ്രോസസ്. ഓക്കെ, ദേ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ സിറ്റുവേഷൻ. Next, fourth step, you start bargaining. Effectively, you start negotiation process. Negotiation process, നമ്മൾ നേരത്തെ പഠിച്ച 5 കോൺഫ്ലിക്റ്റ് സ്ട്രാറ്റജീസ് ഇല്ലേ, അത് തന്നെയാണ് നെഗോസിയേഷൻ പ്രോസസ്. ആൻഡ് യു ട്രൈ ടു സോൾവ് യുവർ പ്രോബ്ലംസ് based on which you come to an agreement. You do a formal handshake or you write a written agreement and you come to a conclusion. Negotiate ചെയ്യുന്ന സ്ട്രാറ്റജീസ് സെയിം തന്നെയാണ്. യു ഐദർ കോംപ്രമൈസ്, പകുതി വിട്ടുപോകുന്നു. You either try for a win-win situation where you both collaborate, or you either try to dominate. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് സ്ട്രാറ്റജി, വിൻ ലൂസ്, ഒരാൾ ജയിക്കുന്നു ഒരാൾ തോക്കുന്നു. അല്ലെങ്കിൽ എന്തുവാ, യു ട്രൈ ടു അക്കോമഡേറ്റ് അനദർ പോയിന്റ് ഓഫ് വ്യൂ, അതായത് ഐ ലൂസ് യു വിൻ, അല്ലെങ്കിൽ പിന്നെ നോ വിൻ, അല്ലെങ്കിൽ നോ ലൂസ്, യു ടോട്ടലി ട്രൈ ടു അവോയ്ഡ്, വിച്ച് ബിക്കംസ് എ ഫെയിലിയർ. ദിസ് ഇസ് ദ വേർസ്റ്റ് ഓപ്ഷൻ. This is done with respect to degree of cooperativeness towards others and degree of assertiveness towards yourself. 5 approaches: win-lose, lose-win, win-win, lose-lose, and win some and lose some. Coming to the last slide, we'll see who are the different third-party negotiators involved during negotiation process, right? Negotiating process ചിലപ്പം പല രീതിയാണ്. ചിലപ്പോൾ ഒരു കോടതിയിൽ ഒരു കേസ് സൊല്യൂഷൻ വരാൻ വേണ്ടിയിട്ടായിരിക്കും, ഒരു പോലീസ് സ്റ്റേഷനിലായിരിക്കും രണ്ട് പാർട്ടി തമ്മിൽ. അല്ലെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ you are talking with a hijacker, a person who kidnapped certain people, or someone who has hijacked your train or your plane. You're talking to them, you're negotiating with them. They would have their own demands. അവർക്ക് അവരുടെ ശരികൾ കാര്യം കാണും. അപ്പോൾ അവരോട് സമാധാനത്തോടെ കാര്യം തർക്കമില്ലാതെ ഒരു തേർഡ് പാർട്ടി ആരൊക്കെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് ആദ്യത്തെ തേർഡ് പാർട്ടിയാണ് ആർബിട്രേറ്റേഴ്സ്. ആർബിട്രേറ്റർ വേറെ ഒന്നുമില്ല, ദേ ഹാവ് ദ കറക്റ്റ് അതോറിറ്റി. സേ ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഇപ്പം ഒരു കോൺട്രാക്റ്റ്, ഒരു ഡിസഗ്രിമെന്റ് വരുന്നു. സോ ദെൻ യു വുഡ് അപ്രോച്ച് someone who is in the court, right? He is liable to give them punishment or to provide solutions. The arbitrator's power varies to the rules set by the negotiators. He might be limited to choosing one of the parties' offers, enforcing it, or freely suggest other solutions. ചിലപ്പം ഒരു അന്തിമമായിട്ട് ഒരു റെഗുലേഷൻ, ഒരു റൂൾ വെക്കാം, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഫോർവേഡ് ചെയ്യാം. ഫൈൻ.
ദർ ഇസ് ഓൾവേസ് ആൻ സെറ്റിൽമെൻറ്റ്. ഇത് ഓർത്ത് വെക്കണം. ആർബിട്രേറ്റേഴ്സിനെ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ ഇൻ ആർബിട്രേഷൻ ദർ ഇസ് ഓൾവേസ് എ സെറ്റിൽമെൻറ്റ്. പ്ലീസ് ഡു റിമെമ്പർ ദാറ്റ്. സെക്കൻഡ് വൺ ബീങ് കോൺസിലേറ്റേഴ്സ്. കോൺസിലേറ്റേഴ്സ് എന്തുവാണ്? ഒരു തേർഡ് പേഴ്സൺ, ട്രസ്റ്റഡ് തേർഡ് പേഴ്സൺ ആണ്. നമ്മൾ നെഗോസിയേഷൻ ചെയ്യുന്നു സിമിലർ ടു ദിസ്. അതായത് ഇറ്റ് ക്യാൻ ബി എൻ ഇൻ്റർനാഷണൽ ഓർ ബിറ്റ്വീൻ ഫാമിലീസ്. പക്ഷെ ഒരു ഗ്യാരണ്ടീഡ് സെറ്റിൽമെൻറ്റ് ഇല്ല കൺസിലേറ്റേഴ്സ്. തേർഡ് വൺ ബീങ് കൺസൾട്ടൻസ്. കൺസൾട്ടൻസ് എന്ന് വെച്ചാൽ they are professional people who are totally into this agency, അതായത് of negotiating. They are already, they understand, they have the required skills and knowledge to perform this negotiation process. Third, the last one being mediator. Mediator is a neutral third party. പക്ഷെ നമ്മൾ guaranteed settlement ചെയ്യുന്നില്ല between those two people. Okay, thank you.